أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن تعدوا نعمة الله لا تحصوها إن الله لغفور رحيم പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇസ്സത്ത് ഫാമിലി അംഗങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമദാൻ നമ്മിലേക്ക് ആഗതമായി ഏതാനും നോമ്പുകൾ പിന്നിട്ടാണ് നമ്മൾ ഇന്ന് ഈ ശബ്ദം ശ്രവിക്കുന്നത്. വിശുദ്ധ റമദാനിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്ന പടച്ച റബ്ബ് പൊരുത്തപ്പെട്ട വിശ്വാസികളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ചാണ്, റബ്ബിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ചാണ് നമുക്കിന്ന് സംസാരിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ 99 നാമങ്ങളാണെന്ന് നമുക്കറിയാം. അതിൽ അതിവിശിഷ്ടവും വളരെയധികം അർത്ഥവ്യാപ്തിയുള്ളതുമായ 2 നാമങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അർ റഹ്മാൻ, അർ റഹീം എന്നീ 2 നാമങ്ങളാണവ. റബ്ബിൻ്റെ കാരുണ്യത്തെ കുറിക്കുന്ന 2 നാമങ്ങൾ. അർ റഹ്മാൻ എന്ന നാമത്തിൻ്റെ വിവക്ഷയിലേക്ക്, അർത്ഥവ്യാപ്തിയിലേക്ക് നാം സഞ്ചരിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ അഖിലവുമുള്ള മനുഷ്യരും മനുഷ്യേതര വസ്തുക്കളുമായ മുഴുവൻ സൃഷ്ടിജാലങ്ങൾക്കും പടച്ച റബ്ബ് ചെയ്യുന്ന കാരുണ്യത്തെ കുറിക്കുന്നതാണ് ആ പദം. ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളിൽ, അതല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്ന അതിവിശിഷ്ടമായ സൃഷ്ടിയിലേക്ക് വരുമ്പോൾ മനുഷ്യരിൽ ഈ സൃഷ്ടാവിൻ്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്നവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, പലതിനെയും ചോദ്യം ചെയ്യുന്നവരുണ്ട്. എല്ലാത്തരം ആളുകളും അധിവസിക്കുന്ന ഈ ഭൂമി ലോകത്ത് യാതൊരുവിധ മാനദണ്ഡങ്ങളും ഇല്ലാതെ എല്ലാവർക്കും ഈ ലോകത്ത് വിശാലമായി കാരുണ്യം നൽകുന്നു, കരുണ നൽകുന്നു രക്ഷിതാവായ അല്ലാഹു തആല. പ്രാപഞ്ചികമായ സത്യങ്ങളിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഇവിടെ കാണുന്ന വെള്ളവും വായുവും മറ്റു ഗാലക്സികളും എന്നു വേണ്ട ചേതനവും അചേതനവുമായ മുഴുവൻ വസ്തുക്കളും ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടാവിൻ്റെ അസ്തിത്വത്തെ സ്ഥിരപ്പെടുത്തുന്ന സത്യങ്ങളാണ്. എന്നാൽ യാതൊരുവിധ മാനദണ്ഡങ്ങളും ഇല്ലാതെ തൻ്റെ സൃഷ്ടികൾക്ക് അനുഗ്രഹങ്ങൾ കനിഞ്ഞു നൽകുന്ന വിശാലതയുടെ, അർത്ഥവ്യാപ്തിയുടെ ഒരു സന്ദേശമാണ് റഹ്മാൻ എന്ന് പറയുന്ന വിശേഷണത്തിലൂടെ അള്ളാഹു സൃഷ്ടികളോട് കാണിക്കുന്നത്. മനുഷ്യരായ വിവേകശക്തിയും തിരിച്ചറിവിലുള്ള പ്രത്യേകമായ കഴിവുമുള്ള മനുഷ്യൻ അവൻ്റെ ദൈനംദിന ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ പടച്ച റബ്ബ് അവന് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് യാതൊരുവിധ കയ്യും കണക്കുമില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഞാൻ തുടക്കത്തിൽ ഓതിവച്ച ആയത്ത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അല്ലാഹു സൃഷ്ടികൾക്ക് ചെയ്തു കൊടുത്തിരിക്കുന്ന, സംവിധാനിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളെ നമ്മൾ എണ്ണി തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ അതൊരിക്കലും സാധിക്കുകയില്ല എന്നതാണ് ആ ആയത്തിന്റെ വിവക്ഷ. നിങ്ങൾ നോക്കൂ, മനുഷ്യൻ ഓരോ ദിവസവും
അവന്റെ ശ്വാസോച്ഛ്വാസ പ്രക്രിയ, അവനെടുക്കുന്ന ശ്വാസം എത്രമാത്രം വളരെ പ്രധാനമാണ്. ഒരു ചെറിയ നിമിഷം ആ ശ്വാസം നിലച്ചു പോകുമ്പോഴാണ് മനുഷ്യൻ മരണത്തിന് വിധേയപ്പെടുന്നത്. അത്രയേറെ ശ്വസിക്കുന്ന നമ്മിൽ നിന്ന് യാതൊന്നും നമ്മുടെ റബ്ബ്, നമ്മുടെ സിട്ടാവ് ഈടാക്കുന്നില്ല എന്ന സത്യം നാം തിരിച്ചറിയുമ്പോഴാണ് അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ശ്വാസത്തിന്റെ, ജീവവായുവിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത്. ഇങ്ങനെ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെയും ധർമ്മങ്ങളെ ചൊല്ലി നമ്മൾ വിചാരപ്പെടുമ്പോൾ അവിടെയൊക്കെ അള്ളാഹു യാതൊരു തരത്തിലുമുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താതെ യഥേഷ്ടം നമുക്കിതൊക്കെ അനുവദിച്ചു തരുന്നു എന്നത് ഈ സമയത്ത് നമ്മുടെയൊക്കെ ചിന്തയെ ഉണർത്തേണ്ട വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ആരോഗ്യം വലിയ സമ്പത്താണ്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതാണ്, അല്ലാഹു തആല റബ്ബ് നമ്മോട് കാണിക്കുന്ന കാരുണ്യത്തിന്റെ വലിയൊരു കാരണമാണ് ആരോഗ്യം എന്നത്. ആരോഗ്യമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ഈ വിശുദ്ധ റമദാനിൽ ആരോഗ്യമില്ലാതെ രോഗം പിടിപെട്ട് ഒന്ന് ശക്തി ഉണ്ടായെങ്കിൽ, ആരോഗ്യമുണ്ടായെങ്കിൽ നോമ്പെടുക്കാമായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന എത്രയെത്ര ആളുകൾ നമ്മുടെയൊക്കെ ചുറ്റുപാടിലുണ്ട്. അവരെ ഓർക്കുമ്പോഴാണ് നമുക്ക് റബ്ബ് നൽകിയ ആരോഗ്യത്തിന്റെ വലിയ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇത്തരം അനിയന്ത്രിതമായ തിട്ടപ്പെടുത്താനാവാത്ത വിധമുള്ള അനുഗ്രഹങ്ങളുടെ വിഷയത്തിൽ ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്കുണ്ടാകേണ്ടത് പ്രധാനമായും 2 നിലപാടുകളാണ്. ഒന്ന്, നമുക്ക് എല്ലാം തരാൻ വേണ്ടി കാത്തു നിൽക്കുന്ന നമ്മുടെ സിട്ടാവായ അള്ളാഹുവിനോട്, റബ്ബിനോട് അനുഗ്രഹങ്ങളെ എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നതാണ് വിശ്വാസി സ്വീകരിക്കേണ്ട ഒരു നിലപാടെന്ന് പറയുന്നത്. ഈ സൃഷ്ടികളോട് വലിയ കാരുണ്യമുള്ള, കരുണയും കരുതലുമുള്ള രക്ഷിതാവ് പറയുന്നത് ഉദ്ഉനി അസ്തജിബു ലക്കും എന്നാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, തേടിക്കോളൂ, ഞാൻ എപ്പോഴും അത് നൽകുന്നതിന് സന്നദ്ധനാണ് എന്നാണ് നമ്മുടെ സിട്ടാവിന്റെ പ്രഖ്യാപനം. ഇവിടെ പ്രിയപ്പെട്ടവരെ, നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക. നാം നമ്മളോട് തന്നെ ഒന്ന് വിചാരപ്പെട്ടു നോക്കുക. നമ്മൾ എത്ര പേർ ഈ ഒരു സുവർണാവസരത്തെ ഉപയോഗപ്പെടുത്താറുണ്ട്? എല്ലാം നൽകാൻ വേണ്ടി നമ്മുടെ രക്ഷിതാവ് തയ്യാറായി നിൽക്കുമ്പോൾ ആവശ്യമുള്ള ദുനിയാവിലെയും അതുപോലെ തന്നെ ആഖിറത്തിലെയും കാര്യങ്ങൾ നമുക്ക് എത്ര പേർക്ക് ചോദിക്കുവാൻ സമയം ഉണ്ട്? അതിനുവേണ്ടി നമ്മൾ എത്ര പേർ സമയം കാണുന്നുണ്ട്? എന്തിനേറെ പറയണം, ഈ വിശുദ്ധ റമദാനിൽ പോലും നിസ്കാരങ്ങൾക്ക് പിറകെയുള്ള സുന്നത്തായ ദിക്റുകളും ദുആകളും ഒക്കെ നിർവഹിച്ചൊന്ന് ആത്മീയമായി സായുജ്യമടയുന്നതിന് നമ്മൾ എത്ര പേർ സമയം കണ്ടെത്തുന്നുണ്ട്? നമ്മളൊരു വിചാരണക്ക് വിധേയപ്പെടുത്തേണ്ട കാര്യമാണ്. ഇല്ല എങ്കിൽ ഈ വിശുദ്ധമായ റമദാനിൽ നമ്മൾ ഈ തേട്ടത്തിന്റെ ഒരു ശീലം ആരംഭിക്കേണ്ടതുണ്ട്. എല്ലാം തുറന്നു വെച്ച് അടിമകൾക്ക് വേണ്ടി എല്ലാം കോരിച്ചൊരിഞ്ഞു കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സിട്ടാവിനോട് ചോദിച്ച് ആവശ്യങ്ങൾ നേടാതെ പോയാൽ നമ്മളെക്കാൾ ഭാഗ്യം കെട്ടവർ ഇപ്രപഞ്ചത്തിൽ ആരും ഉണ്ടാകില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എമ്പാടും എപ്പോഴും നമ്മുടെ സിട്ടാവിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും അള്ളാഹുവിനോട് ആരോഗ്യത്തെ ചോദിക്കണമെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. ആരോഗ്യം നമുക്ക് വളരെ പ്രധാനമാണല്ലോ. ഈ വിശുദ്ധ റമദാനിൽ തന്നെ നിസ്കരിക്കുന്നതിന്, നോമ്പെടുക്കുന്നതിന്, മറ്റു സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിന് നമുക്ക് ആരോഗ്യം വളരെ അനിവാര്യമാണ്. വിശുദ്ധമായ റമദാനിൽ അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്, കാരുണ്യമാണ്. ഇങ്ങനെ ഒരു മാസത്തെ തന്നെ നമുക്ക് വേണ്ടി സംവിധാനിച്ചു എന്നത്. ഈ വിശുദ്ധ മാസത്തെ 3ആയി പകുത്തിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ 10ലാണ് നമ്മളുള്ളത്. ഈ സമയത്ത് അള്ളാഹുവിന്റെ കാരുണ്യത്തെ, റഹ്മത്തിനെ ധാരാളമായി നമ്മൾ ചോദിക്കുകയും അത് സൂചിപ്പിക്കുന്ന ദിക്ർ അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ എന്ന ദിക്ർ ധാരാളമായി വർദ്ധിപ്പിക്കുകയും ചെയ്യണം നമ്മൾ. രണ്ടാമതായി വിശ്വാസി ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ഒരു നിലപാട്,
അല്ലാഹു തആല നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവനായി ജീവിക്കുക എന്ന ഒരു നിലപാടിലേക്ക് നമുക്ക് മാറാൻ സാധിക്കണം. എപ്പോഴാണ് ഒരു വിശ്വാസി നന്ദിയുള്ളവനായി തീരുന്നത്? രണ്ടു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, നിരന്തരമായി നാം ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ, ആ പാപങ്ങളിൽ നിന്ന് മുക്തമായൊരു ജീവിതം നയിക്കുന്നതിന് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ സമയത്ത് വിശുദ്ധ റമദാനാണ്, വീണ്ടും വിചാരത്തിന്റെ മാസമാണ്. പിന്നിട്ട 11 മാസക്കാലം നമുക്ക് തോന്നിയതുപോലെ ജീവിച്ച് ഈ ഒരു മാസം നമ്മുടെ അനിയന്ത്രിതമായ പ്രവർത്തനങ്ങൾക്ക് ബ്രേക്ക് വീഴുന്ന മാസമാണ്. ഇത് ചിന്തയുടെ, ആലോചനയുടെ മാസമാണ്. ഈ സമയത്ത് നമ്മളൊക്കെ കഴിഞ്ഞുപോയ കാലങ്ങളിൽ നമ്മൾ ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് ആലോചിച്ച് ചിന്തിച്ച് കരയുന്നതിന് പ്രിയപ്പെട്ടവരെ നമ്മൾ സമയം കണ്ടെത്തണം. കാരണം ഇത്രയേറെ അനുഗ്രഹങ്ങൾ നമുക്ക് വേണ്ടി നമ്മുടെ റബ്ബ് നൽകിയിട്ട് ആ അനുഗ്രഹങ്ങൾ ഉപയോഗിക്കേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെ അതിൻ്റെ തെറ്റായ രീതിയിലെ പ്രയോഗം എത്രമാത്രം നമ്മുടെ ഹൃദയത്തെ കറുത്ത രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ ചെയ്തു പോയ പാപങ്ങളിൽ എനിക്ക് ഖേദം വരേണ്ടതുണ്ട്, പശ്ചാത്താപം ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ഒന്ന് ഓർത്തു നോക്കണം. ഞാൻ ഇന്ന ദിവസം ഇന്ന സമയത്ത് ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ എനിക്കെൻ്റെ റബ്ബ് അത് പുറത്തു തരണമെന്ന ഒരു ഉറച്ച തീരുമാനം തരുവാനായി അള്ളാഹുവിനോടുള്ള തേട്ടം, ഇതെല്ലാം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകേണ്ടതുണ്ട്. നന്ദിയുള്ള അടിമയായി ജീവിക്കുക എന്നതാണ് രണ്ടാമതായി നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നിലപാട്. എപ്പോഴാണ് നമുക്ക് നന്ദിയുള്ള ഒരു അടിമയാവാൻ സാധിക്കുന്നത്? പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു ജീവിതം ഉണ്ടാകുമ്പോഴാണ് നമുക്കത് സാധിക്കുന്നത്. പിന്നിട്ട കാലങ്ങളിൽ നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള പാപങ്ങൾ മുഴുവനും നമ്മളൊന്ന് ഓർത്തു നോക്കണം. ഒറ്റയ്ക്കിരുന്നൊന്ന് ആലോചിച്ചു നോക്കണം. എനിക്ക് സംവിധാനങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ എൻ്റെ റബ്ബ് എനിക്ക് സംവിധാനിച്ചു തന്നിട്ട് അതിനെ അർഹിക്കുന്ന അനുവദനീയമായ മാർഗത്തിലൂടെ തന്നെയാണോ ഞാൻ ആ അനുഗ്രഹങ്ങളെ പ്രയോഗിച്ചിട്ടുള്ളത്? അനർത്ഥങ്ങൾ വല്ലതും സംഭവിച്ചോ? അരുതായ്മകൾ വല്ലതും എന്നിൽ നിന്ന് വന്നുപോയോ? എൻ്റെ റബ്ബിനിക്ക് എൻ്റെ ഈ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമോ? എന്നിങ്ങനെയുള്ള ആലോചനകൾക്ക് നമ്മളെ വിധേയപ്പെടുത്തണം. എന്നിട്ട് വന്നുപോയ പാപങ്ങളെ ചൊല്ലി കലങ്ങിയ കണ്ണുമായി നമുക്ക് റബ്ബിനോട് ഏറ്റു പറയാനാകണം. തൗബയുടെ, പശ്ചാത്താപത്തിന്റെ മനസ്സ് നമുക്ക് തുറക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ ധാരാളമായി പാപം പൊറുക്കലിനെ, ഇസ്തിഗ്ഫാറുകളെ നമുക്ക് അധികരിപ്പിക്കാൻ കഴിയണം. വിശുദ്ധമായ മാസത്തിലെ അത്താഴ സമയത്ത് നമ്മൾ തഹജ്ജുദിന് എണീച്ചു നിസ്കരിച്ച് ഇരിക്കുന്ന ഇരുപ്പിൽ പ്രാർത്ഥനയോട് ചേർത്ത് ഇസ്തിഗ്ഫാറിന് നമുക്ക് ചേർക്കാൻ പറ്റണം. അങ്ങനെ കലങ്ങിയ കണ്ണോടെ ഇലാഹിലേക്ക് അടുക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെയാകുമ്പോഴാണ് നമുക്ക് നന്ദിയുള്ളൊരു അടിമയാകാൻ സാധിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ രാത്രിയിൽ ഇങ്ങനെ നിന്ന് നിസ്കരിക്കുകയാണ്. അവിടുത്തെ കാല് നീര് വന്ന് കഷ്ടപ്പെട്ട് നിസ്കരിക്കുമ്പോ അവിടുത്തെ ബീവി ആയിഷ ഉമ്മ ബീവി ചോദിക്കുന്നുണ്ട്, ഓ നബിയെ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? പാപങ്ങളിൽ നിന്ന് മുക്തി നൽകപ്പെട്ട ഇലാഹി സാമീപ്യത്തിൽ അതിന്റെ പരമാവധി പ്രാപിച്ച താങ്കൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരൊറ്റ ചോദ്യമാ ചോദിക്കുന്നത്, ഓ പൊന്നാര ആയിഷ, അഫല അകൂന അബ്ദൻ ശകൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ ആയിഷ? എല്ലാ നിഅമത്തും ചെയ്തെന്ന എൻ്റെ റബ്ബിനോട് ഞാൻ നന്ദി കാണിക്കുന്ന അടിമയാകണ്ടയോ എന്നൊരു ചോദ്യമാണ് ഹബീബായ തങ്ങൾ ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ റമദാനിലെ ആദ്യത്തെ 10 നമ്മൾ ഉള്ളത്. ധാരാളമായി അവന്റെ റഹ്മത്തിനെ ചോദിച്ച് രണ്ടാമത്തെ 10 പ്രവേശിക്കും നമ്മൾ. അവിടെ പാപമോചനത്തെ നമുക്ക് അധികരിപ്പിക്കാൻ കഴിയണം, ഇസ്തിഗ്ഫാറിന് നമുക്ക് അധികരിപ്പിക്കാൻ കഴിയണം. തീർച്ചയാണ് നമ്മുടെ റബ്ബ് നമുക്ക് പുറത്തു തരുമെന്ന്. ഒരിക്കലും നമ്മുടെ ചോദ്യങ്ങളും തേട്ടങ്ങളും വെറുതെയാകില്ല. കാരണം വിശാലതയോടെ എല്ലാം ഉൾക്കൊള്ളാൻ കാത്തു നിൽക്കുന്ന നമ്മുടെ രക്ഷിതാവ് സൃഷ്ടി ചെയ്യുന്ന ഏതു തെറ്റുകളെയും പുറത്തു തരും. പക്ഷേ ആത്മാർത്ഥമായി നമ്മൾ പശ്ചാത്തപിക്കണമെന്ന് മാത്രം. ഈ വിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങളെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തി മികവ് നേടുന്നവരിൽ ഉൾപ്പെടാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ഈ സമയത്ത് ദുആ ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ,
ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം അറിയാമല്ലോ. ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും കൊള്ളക്കാരനായി കള്ളനായി ജീവിച്ച അദ്ദേഹം ഒരു ദിവസം തന്റെ ജീവിതത്തിൽ താൻ ഏറെ പ്രണയിച്ചിരുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരു മതിലെടുത്ത് ചാടുന്ന സന്ദർഭം. ആ സന്ദർഭത്തിൽ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് വിശുദ്ധ ഖുർആനിന്റെ മധുരതരമായ വാചകങ്ങൾ കേൾക്കുകയാണ്. ഒരു മനുഷ്യൻ അവനിക്ക് തന്റെ ഇലാഹിലോടുള്ള ചിന്തയിൽ അഭിരമിച്ച് മാറ്റത്തിന് സമയമായിട്ടില്ലയോ എന്ന ആശയം വരുന്ന ഒരു ഖുർആനിക വചനം കേട്ട മാത്രയിൽ ഈ വാചകം ഏറെ ചിന്തിപ്പിക്കുകയാണ് അദ്ദേഹത്തെ. പിന്നീട് അങ്ങോട്ടുള്ള ശിഷ്ടകാലത്തെ ജീവിതം അള്ളാഹുവിലുള്ള സമർപ്പണത്തിനു വേണ്ടി ചെലവഴിക്കണമെന്ന് തീരുമാനിച്ച അദ്ദേഹം പിന്നീട് സൽക്കർമ്മത്തിൽ മുഴുകുകയായിരുന്നു. വിശുദ്ധമായ റമദാനിലെ സൽക്കർമ്മങ്ങൾക്ക് ഏറെ പുണ്യങ്ങൾ കിട്ടുന്ന ഈ മാസത്തിൽ ധാരാളമായി സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ച് അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക എന്നത് വിശ്വാസിക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. ആ വഴിക്ക് റബ്ബിന്റെ അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ, സന്തോഷങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.